ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. നവജാത ശിശുക്കളിൽ ന്യൂ ബോൺ ബേബീസിൽ പൊതുവെ കണ്ടുവരുന്ന മംഗോളിയൻ സ്പോട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. സോ എന്താണ് ഈ മംഗോളിയൻ സ്പോട്ട് എന്ന് പറയുന്നത്? മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട് അല്ലേ. മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽസ് പ്രഗ്നൻസിയുടെ ഒരു 14th വീക്കൊക്കെ ആകുമ്പോഴേക്കും സ്കിന്നിൻ്റെ ടോപ്പ് ലെയറിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെയാണ് നോർമൽ പ്രൊസീജിയർ കേട്ടോ. നമ്മുടെ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാതെ നമ്മുടെ സ്കിന്നിൻ്റെ താഴെ തന്നെ കിടക്കുന്ന, അതായത് ഡിസ്പേഴ്സ് ആവാത്ത സെൽസ് കാരണമാണ് ഈ കരിനീല കളറുള്ള പാടുകൾ കാണുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഇതിനെയാണ് അവർ ഈ മംഗോളിയൻ സ്പോട്ട് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ന്യൂ ബോൺ ബേബീസിൽ മോസ്റ്റ്ലി ഇത് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ബാക്കിൽ, അതുപോലെ കൈയുടെ വ്രിസ്റ്റിൽ, ബട്ടോക്സിൽ, പുറകിൽ, കാൽമുട്ടിലൊക്കെയാണ് മോസ്റ്റ്ലി ഇത് കണ്ടുവരുന്നത് കേട്ടോ നവജാത ശിശുക്കളിൽ. ഇനി ഇതുപോലെ മംഗോളിയൻ സ്പോട്സ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ പീഡിയാട്രിഷനുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ചില കുഞ്ഞുങ്ങളിൽ ജനിച്ച ഉടനെ ഇത് കാണാനായിട്ട് കഴിയും. ചില ബേബീസിൽ വിത്തിൻ 2 months ഇത് വരാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പീഡിയാട്രിഷനുമായിട്ട് ഇത് മംഗോളിയൻ സ്പോട്ട് തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്യണം. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് കുഞ്ഞുങ്ങളുടെ മേത്ത് ഇതുപോലെ പാടുകളൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർ അത് കംപ്ലൈൻറ്റ് ചെയ്യും. കംപ്ലൈൻറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ ചൈൽഡ് അസോൾട്ട് അല്ലെങ്കിൽ അബ്യൂസ് ഒക്കെ പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് പുറം രാജ്യങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും മേത്ത് പാടുകളോ അങ്ങനെ എന്തെങ്കിലും ബർത്ത് മാർക്ക് എന്നാണ് ഇതിനെ പറയാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പീഡിയാട്രിഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് അവിടുത്തെ റൂള് കേട്ടോ. പക്ഷെ നമ്മുടെ രാജ്യങ്ങളിലൊന്നും അങ്ങനെ ഇല്ല. ബട്ട് എന്തായാലും അത് തന്നെയാണോ എന്നുള്ളത്, മംഗോളിയൻ സ്പോട്ട് തന്നെയാണോ എന്നുള്ളത് നമ്മൾ വേണം പീഡിയാട്രിഷ്യനുമായി ചോദിച്ച് കൺഫേം ചെയ്യാനായിട്ട് കേട്ടോ. മെഡിക്കൽ ടേംസിൽ ഇതിൻ്റെ പേര് പറഞ്ഞാൽ കോഞ്ചിനേറ്റൽ ഡെർമൽ മെലാനോസൈറ്റോസിസ് എന്നാണ് പറയുക കേട്ടോ. ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. വിത്തിൻ 2 yearsനുള്ളിൽ തന്നെ ഇത് മാഞ്ഞു പോവും. ഓറൽസ് വലുതായിട്ടും ഇത് മാഞ്ഞു പോയിട്ടില്ല, അങ്ങനെ ഫർദർ കേസസ് അങ്ങനെ എന്തെങ്കിലും ആവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ന്യൂ ബോൺ ബേബീസ് ഉള്ള അമ്മമാർക്കും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ല കേട്ടോ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല നല്ല വീഡിയോസും കണ്ടൻസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.